യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഈ വീടിനെ രണ്ടാക്കി മാറ്റിയത് ഞാനോ അമ്മ അല്ല ആനന്ദേട്ടാ. അതിവിടെ വന്നു കയറിയ രണ്ട് മരുമക്കളും കൂടിയിട്ടാ. പൂജ വന്നു കയറിയതോടെ മാധുരി ചേച്ചി അവൾ ഒറ്റക്കെട്ടായി. ഞങ്ങളെ എങ്ങനെ തുരത്താന്നായി പിന്നത്തെ ആലോചന. പൂജയുടെ പാവാട ചരടിൽ കെട്ടിയിട്ടിരുന്ന അർജുൻ അതിനു വേണ്ടി അടിമ പണികളെല്ലാം ചെയ്തു. പക്ഷെ ആ കുരുക്കിൽ ആനന്ദേട്ടം പെട്ടു എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. ഭാര്യയും മരുമോളും കൂടി ചെയ്യുന്ന എല്ലാം ന്യായീകരിക്കുന്ന ഒരു പെൺകോന്തനാവല്ലേ ആനന്ദേട്ടാ. ഇനി ഒരു വാക്ക് നീ മിണ്ടിയാൽ ആ നാവ് ഞാൻ പിഴുതെടുക്കും. ഈ കുടുംബത്തിൽ ഇന്നൊരു വിഷവൃക്ഷം ഉണ്ടെങ്കിൽ അത് നീയാ. കുറെ ഞാൻ കണ്ടില്ല നടിച്ചു. പക്ഷേ പുരയ്ക്ക് മീതെ ആ വിഷവൃക്ഷത്തിന്റെ കൊമ്പ് ചാഞ്ഞാൽ അത് വെട്ടിക്കളയാനും ആനന്ദിനറിയാം. അത് നീ മറക്കണ്ട. അച്ഛമ്മയുടെ മരുന്നുകളും മറ്റും ജയിലിലെത്തിക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തോളാം. ആടനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അരുമാൻറ്റി ഉണ്ടല്ലോ അവിടെ. അച്ഛമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. കനേജി, എന്താ അർജുൻ മോനെ? പ്രിയ അകത്തേക്ക് കൊണ്ടേക്കൂ. അമ്മേ, അച്ഛനിപ്പോ ചെയ്ത് കുറെ കാലം മുമ്പ് ചെയ്തിരുന്നെങ്കിൽ മധുവാന്റെ ഇത്രയും മോശമാവില്ലായിരുന്നു. മധു, മധു, എനിക്കറിയാം നീ അമ്മയെ ഓർത്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? പാവം എങ്ങനെ കഴിഞ്ഞിരുന്ന സ്ത്രീയാ. ജയിലിലെ മൂട്ടയും കൊതുവും കൂടി ഇന്ന് ആ പാവത്തിനെ ഒരു പരുവാക്കി കളയും. പുറത്തവറ്റകളുടെ കടിയുടെ ചൊറിച്ചിൽ, ഉള്ളില് അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് കിടക്കേണ്ടി വന്നതിന്റെ വിഷമവും വേദനയും. ഓ, ഈ രാത്രി ഒന്ന് വെളുപ്പിക്കാൻ നിന്റെ അമ്മ പെടാപ്പാട് പെടേണ്ടി വരും. അയ്യോ മധു, കരയല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കരയാൻ തുടങ്ങിയ പിന്നെ അതിനെ നേരം കാണും. നീയേ ഈ ഇരിക്കുന്ന ഗ്ലാസ് ഒന്ന് കഴിയെടുത്തേ. ദേഷ്യം പിടിപ്പിക്കാതെ ഗ്ലാസ് കഴിയെടുക്കും മധു. കഴിയെടുക്കണി. ഇനി ആ വെള്ളം എടുത്തോണ്ടോ? വെള്ളം എടുത്തോണ്ടരായി. ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കേ. വെള്ളം ഒഴിക്കാനാ പറഞ്ഞേ. ഒഴിക്കേ. ആ മതി.
ഈ വീടിനകത്ത് വെച്ച് ഞാൻ ആദ്യമായിട്ടാണ് മദ്യപിക്കുന്നത്. 2 കാരണങ്ങളുണ്ട് അതിന്. ഒന്ന്, ഒരു പാവത്താനെ പോലെ നിന്റെ അമ്മ പറയുന്നത് മാത്രം കേട്ട് നടന്നിരുന്ന ആ പാവം ആനന്ദേട്ടൻ കുറച്ചെങ്കിലും ഭേദപ്പെട്ടു തുടങ്ങി. ഇടയ്ക്ക് നിനക്കിട്ടൊന്ന് തരാനെങ്കിലും തോന്നുന്നുണ്ടല്ലോ. 2, സ്വന്തം കുടുംബത്തിൽ നിന്ന് മാറി ആരോരുമില്ലാതെ ഒറ്റയ്ക്ക് ജയിലിൽ ഒരു ദിവസം നിന്റെ അമ്മ കഴിയുന്നു. കാലങ്ങളോളം അനാഥാലയത്തിൽ കഴിഞ്ഞ എൻ്റെ അമ്മയുടെ മനസ്സ് ഒരു തരിമ്പെങ്കിലും നിനക്കങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയ അത് നിന്നെ കൊണ്ടാവില്ലെന്ന് എനിക്കറിയാം. എന്നാലും അങ്ങനെ പറ്റിയാലോ എന്നൊരു സന്തോഷം. അതിനാ ഇന്നത്തെ ഈ കുടി. ഇതുകൊണ്ടൊന്നും ആയില്ല മോളെ, നീയൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്തേ കഴിക്കുന്നില്ലേ? ഇവിടെ പട്ടിണി കിടക്കാൻ പാടില്ല. വിശപ്പില്ല സാറേ. എന്റെ മകൾ ഇവിടെയുണ്ട്, അവള് കഴിച്ചോ? ആ, അത് ശരിയാണല്ലോ. ഏതെങ്കിലും പത്രക്കാരറിഞ്ഞ ഒരു വാർത്തയ്ക്കുള്ള സ്കോപ്പുണ്ട്. നിങ്ങളുടെ കുടുംബത്തെ പറ്റി. 3 തലമുറ ഒരുമിച്ച് ജയിലിൽ. സാറേ, എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം. അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. അവിടെ എങ്ങനെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. സാറേ പ്ലീസ്. ചിലപ്പോ ഇന്ന് രാത്രി ഞാനങ്ങ് തട്ടിപ്പോയാലോ? മനുഷ്യാവസ്ഥയല്ലേ സാറേ? എന്താ, സാരിയിൽ തൂങ്ങാൻ വല്ല പരിപാടിയുണ്ടോ? വെറുതെ ഞങ്ങൾക്ക് പണിയുണ്ടാക്കി വെക്കരുത്. അതൊന്നും ഞാൻ ചെയ്യില്ല സാറേ. അങ്ങനെ സ്വയം പോവാനാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് ചെയ്യണോ? മാപ്പെഴുതി കൊടുത്ത് വീട്ടിൽ പോയി ചെയ്താ പോരെ? സാർ എന്നെ അവളുടെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോകും, അല്ലെങ്കിൽ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലും മതി. ഞങ്ങള് 2 ആളും കൂടെ ഇവിടെ കഴിഞ്ഞോളാം. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതൊക്കെ സാറിനെ ചെയ്യാൻ പറ്റൂ. തൽക്കാലം ഞാൻ അങ്ങോട്ട് കൊണ്ടാക്കി തരാം. കുറച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ പോന്നേക്കണം. അമ്പിളി, ഇതൊന്ന് തുറന്നു കൊടുക്ക്. അധിക സമയം എടുക്കരുത്, പെട്ടെന്ന് വരണം. മോളെ, കരയില്ലേ? അമ്മ മാപ്പെഴുതി കൊടുക്കാതെ ഇങ്ങോട്ട് വന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. രാവിലെ വാർഡൻ സാർ വരുമ്പോ ഞാൻ അമ്മയെ വന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്തിനമ്മ ഇത് ചെയ്തത്? അമ്മയ്ക്ക് മാപ്പെഴുതി കൊടുത്തിട്ട് വീട്ടിലേക്ക് പോവായിരുന്നില്ലേ? അതൊക്കെ പറയാം.
അതിനു മുമ്പ് നീ എന്തിനാ ഇത് അനുഭവിക്കുന്നെന്ന് പറ. നിന്നെ മനഃപൂർവ്വം കുടുക്കിലാക്കിയതല്ലേ മോളെ? ആര്? പൂജ അർജുനും കൂടി തന്നെ. അതെന്നോട് തുറന്നു പറയാൻ നീ എന്തിനാ മടിക്കുന്നേ? അമ്മേ, അവൾ എന്റെ മോളല്ലേ? അവൾ എന്തിനാ എന്നെ കൊടുക്കുന്നേ? നിന്നോടൊപ്പം കൂടി നിന്റെ മോളാവാൻ അവള് മനഃപൂർവ്വം ശ്രമിക്കുക. ആ വിശ്വാസത്തിലാണോ അമ്മ പൂജയാണ് പ്രിയയെ കൊന്നതെന്ന് പറഞ്ഞത്? അമ്മേ, കോടതി മുറിയിൽ വെച്ച് അമ്മ എന്തിനാ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്? ഒരു സത്യം തെളിയിക്കാൻ ചില നുണകള് നല്ലതാ മോളെ. അതുകൊണ്ട് അർജുൻ അനുക്കുട്ടിയെ ഹാജരാക്കേണ്ടി വന്നില്ല. അവളെ പറ്റി അറിയില്ലെന്ന് പറഞ്ഞിരുന്ന അർജുൻ അവസാനം തന്റെ കസ്റ്റഡിയിൽ അവളുണ്ടെന്ന് സമ്മതിച്ചില്ലേ? ഇനിയും വൈകിയിരുന്നെങ്കിൽ പൂജ അർജുനും കൂടി അനുക്കുട്ടിയെ ഇല്ലാതാക്കിയേനെ. അമ്മേ, അർജുന്റെ കസ്റ്റഡിയില് പ്രിയ ഉണ്ടായിരുന്നെങ്കിൽ അവൻ അവൾ ആദ്യം തന്നെ ഹാജരാക്കുമായിരുന്നില്ലേ? കുറച്ചു ദിവസം പൂജ മോളെ വെറുതെ ഇവിടെ കിടത്തുമായിരുന്നോ?